സഞ്ജു സാംസൺ തീർച്ചയായും ദേശീയ ടീമിൽ പരിഗണിക്കപ്പെടേണ്ട താരമാണെന്ന് സുഹൃത്തും കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനുമായ റോഹൻ കുന്നുമ്മൽ. IPL-ൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഇന്ത്യൻ ടീമിൽ കളിക്കുകയാണ് സ്വപ്നമെന്ന് രാജസ്ഥാൻ റോയൽസ് താരം വിഘ്നേഷ് പുത്തൂരും വ്യക്തമാക്കി. ഇത്തവണ കേരള ക്രിക്കറ്റ് ലീഗിൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിന്റെ ജേതാക്കളാക്കുകയാണ് ലക്ഷ്യമെന്നും ഇരുവരും കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. കേരള ക്രിക്കറ്റ് ലീഗിൻ്റെ മൂന്നാം സീസണ് ഈ 20 മുതൽ തുടക്കം കുറിക്കുകയാണ്. KCLന്റെ ആദ്യ സീസണിലെ ഫൈനലിസ്റ്റുകളായിട്ടുള്ള കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ഇത്തവണയും മികച്ച ടീമുമായിട്ടാണ് രംഗത്തിറങ്ങുന്നത്. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിൻ്റെ ക്യാപ്റ്റനായിട്ട് കേരള ടീം ക്യാപ്റ്റൻ റോഹൻ കുന്നുമ്മലാണ്. ഒപ്പം തന്നെ IPL രാജസ്ഥാൻ റോയൽസിൻ്റെ മിന്നും താരമായിട്ടുള്ള വിഘ്നേഷ് പുത്തൂരും ടീമിൻ്റെ ഒരു ഐക്കൺ താരമായിട്ട് ടീമിലുണ്ട്. രണ്ടുപേരും ഇപ്പോൾ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. ക്യാപ്റ്റൻ, എങ്ങനെയാണ് പ്രതീക്ഷകൾ? തീർച്ചയായിട്ടും കപ്പ് തന്നെയാണ് പ്രതീക്ഷ. ലൈക്ക് നമ്മളെ മൂന്നാമത്തെ സീസണായത്. നമ്മളെ ആദ്യത്തെ സീസൺ തൊട്ട് നമ്മുടെ ആഗ്രഹം അതാണ്, ആ ഒരു ട്രോഫി നമ്മൾ കാലിക്കറ്റിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹം. തീർച്ചയായിട്ടും അതിനുള്ള വർക്കും കാര്യങ്ങളും ആസ് എ ടീം, ആസ് എ പ്ലെയർ, മാനേജ്മെൻറ്റ് എല്ലാവരും ചെയ്യുന്നുണ്ട്. സോ എല്ലാം ഒത്തുവരുവാണെങ്കിൽ എന്തായാലും ഈ വർഷം നമുക്കത് പ്രതീക്ഷിക്കാം. വിഘ്നേഷ് കാലിക്കറ്റുകാരനാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാലിക്കറ്റ് അടുത്താണെങ്കിലും മലപ്പുറംകാരനാണെങ്കിലും സ്വാഭാവികമായിട്ടും ഈ ഒരു ടീമുമായി ബ്ലെൻഡ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ്? പ്രത്യേകിച്ച് റോഹനുണ്ട്, ഒരുപാട് നല്ല താരങ്ങൾ ഇത്തവണയുണ്ട്. അതെ, പുതിയ ടീമാണെങ്കിലും പക്ഷേ എല്ലാ പ്ലേയേഴ്സിനും ഓൾറെഡി അറിയാം. രണ്ടിൽ കളിച്ചിട്ടുണ്ട്, ക്യാപ്റ്റൻ്റെ ആയാലും പിന്നെ ബാക്കിയുള്ള പ്ലേയേഴ്സിനും കൂടെ കുറേ കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോമ ഫീൽ ചെയ്യാം തീർച്ചയായും. മാനേജ് എല്ലാം എല്ലാവരും തമ്മിൽ. ക്യാപ്റ്റൻ അത്യാവശ്യം സമ്മർദ്ദം തരാറുണ്ടോ? ഇല്ല, ഞാൻ ഓൾറെഡി കളിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര കംഫർട്ടാണ്, ടു ബി ഹോണസ്റ്റ്. ഭയങ്കര റിലാക്സ്ഡ് ആൾ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. ബോളേഴ്സ് ക്യാപ്റ്റനാണ്, തീർച്ചയായും ഹെൽപ്പ് ചെയ്യും. തീർച്ചയായും നമ്മൾ ടീമിലെ മറ്റംഗങ്ങൾ എല്ലാവരും നേരത്തെ ഒരുമിച്ച് കളിച്ച് പരിചയമുള്ള ഭൂരിഭാഗം പേരും അല്ലേ? അവരെ എങ്ങനെയാണ് ഇനിയിപ്പോൾ നമുക്ക് ട്രെയിനിങ് 7 മുതൽ തുടങ്ങുകയാണ്. മാത്രമല്ല, പക്ഷേ കോഴിക്കോട് ഒരു ഹോം ഗ്രൗണ്ട് ഇല്ലാത്തത് ഒരു സങ്കടമുണ്ടോ? കോഴിക്കോട് സങ്കടമുണ്ട്, തീർച്ചയായിട്ടും സങ്കടമുണ്ട്. അങ്ങനെ ഒരു ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും ഇവിടെ തന്നെ ക്യാമ്പൊക്കെ അറ്റൻഡ് ചെയ്യായിരുന്നു. പക്ഷേ സാരമില്ല, വേറെ ഗ്രൗണ്ട്സ് KCA അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓരോ ട്രിവാൻഡ്രത്ത്, തുമ്പയിൽ KCA പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. സോ അവിടെ ചെന്നാൽ നമ്മൾ റീഗ്രൂപ്പ് ചെയ്ത് നല്ലൊരു ആ ഒരു എൻവയോൺമെൻറ്റിലേക്ക് വരും. മറ്റു ടീമുകളും ഇത്തവണ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടാണ് വരുന്നത്. അതൊരു വെല്ലുവിളിയാണോ? എങ്ങനെ? അല്ല, എല്ലാ വർഷവും എല്ലാവരും സ്ട്രോങ് ആയിട്ട്, വെല്ലുവിളികൾ എല്ലാ വർഷവും ഉണ്ട്. പക്ഷെ നമ്മൾ എല്ലാത്തിനും റെഡി ആയിട്ടിരിക്കുക, എല്ലാം സെറ്റായിട്ടിരിക്കുക. പക്ഷേ വെല്ലുവിളികൾ നമ്മൾ അങ്ങനെയല്ല, ലൈക്ക് പേടിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ആ ഒരു സ്പിരിറ്റ് ഓഫ് ദി ഗെയിമിൽ നമ്മൾ എടുക്കും. നമ്മൾ ജയിക്കാൻ വേണ്ടി തന്നെ എല്ലാ മാച്ചും പോകും. കഴിഞ്ഞ വർഷം സെമി ഫൈനലിസ്റ്റുകളായിരുന്നു, ഫസ്റ്റ് സീസൺ ഫൈനലിസ്റ്റുകളായിരുന്നു. ഇത്തവണ അതിനേക്കാളും മുൻപിലായിരിക്കാൻ പറ്റും എന്നുള്ളൊരു ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. തീർച്ചയായിട്ടും ആ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. ആസ് എ ക്യാപ്റ്റനാണെങ്കിൽ എനിക്ക് 2 വർഷം എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ് പറ്റിയത്, എങ്ങനെ ബെറ്റർ ആക്കാമെന്നുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ലേണിങ്സിൽ നിന്ന് ഈ വർഷം കുറച്ചുകൂടെ ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്നതിനാണ് വിശ്വാസം. രണ്ടുപേരോടും ടീമിന് പുറത്തുനിന്നുള്ള ഒരു ചോദ്യമാണ്. ആദ്യം ക്യാപ്റ്റൻ നിന്ന് തുടങ്ങാം. സഞ്ജു കഴിഞ്ഞ ദിവസം നടത്തിയൊരു സ്റ്റേറ്റ്മെൻറ്റ്, കാരണം അദ്ദേഹം തുടർച്ചയായി അവഗണിക്കപ്പെടുന്നു എന്നൊരു വികാരം നമ്മളടക്കമുള്ള ക്രിക്കറ്റ് പ്രേമികൾക്കുണ്ട്. സ്വാഭാവികമായിട്ട് താങ്കൾ അതിനെങ്ങനെയാണ്? തീർച്ചയായിട്ടും എനിക്ക് ആ വിഷമമുണ്ട്. ചേട്ടൻ എന്താ പറയുക, ഇന്ത്യയുടെ സ്ക്വാഡിൽ ഇപ്പോൾ ഇല്ലാത്ത, അല്ലെങ്കിൽ ഭയങ്കര വിഷമമുണ്ട്. ബിക്കോസ് ആ ഒരു ഫാനാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു ദൈവത്തിനെ പോലെ കാണുന്ന ചേട്ടനാണ്. സോ ഇത്രയും പെർഫോം ചെയ്തിട്ട് ആ ഒരു കൺസിഡറേഷൻ വന്നിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും വിഷമമുണ്ട്. പക്ഷേ നമ്മളെ അല്ല അതിൽ തീരുമാനിക്കുന്ന ആൾ നമ്മളല്ല. സോ അവർക്ക് അവരുടെ അതോറിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ അവരുടേതായ ഡിസിഷൻസ് ഉണ്ടാവും. സോ അത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അവരെന്താണ് പ്ലാൻ ചെയ്യുന്നത് നമുക്ക് ഒന്നും അറിയില്ല. നമ്മൾ പുറത്ത് നിന്ന് കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഇമോഷൻ്റെ പുറത്തൊരു എന്താ പറയുക അഭിപ്രായം പറയുന്നത് അത്ര ശരിയല്ല. പക്ഷേ തീർച്ചയായിട്ടും എനിക്ക് ആ വിഷമം എന്തായാലും ഉണ്ട്. ചേട്ടൻ ഇനിയും ഒരുപാട് ചാൻസസ് റിസർവ് ചെയ്യുന്നുണ്ട്. ലോകകപ്പൊക്കെ കളിച്ച പോലെ ഒരു ആവേശം. പിന്നെ ലോകകപ്പ് കളിച്ചപ്പോൾ എന്താ പറയുക, എല്ലാ ഇന്ത്യക്കാരും ലൈക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ചേട്ടാ. എന്താ പറയുക, രോമാഞ്ചവും കണ്ണിന്ന് വെള്ളവും ഒക്കെ ഭയങ്കര ഇമോഷൻസ് ഉണ്ടാവുമല്ലോ നമുക്ക്. ഇത്ര ഹാപ്പിയസ്റ്റ് മൊമെൻറ്റ്സ് ആയിരുന്നു ആ ചേട്ടൻ അങ്ങനെ കളിക്കുന്നത് കാണുമ്പോൾ. സോ ഇനിയും അങ്ങനെ മൊമെൻറ്റ്സ് കാണാൻ വരട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. വിഘ്നേഷിനെ ഒരു IPL താരം എന്ന രീതിയിൽ ടീമിൽ കിട്ടുമ്പോഴേ അത് ഒരു ടീമിൻ്റെ ഒരു ഐക്കോണിക് താരം കൂടിയായി മാറുകയാണ്. സ്വാഭാവികമായിട്ടും അത് എത്രമാത്രം സ്ട്രെങ്ത് കാണുന്നുണ്ട്? നമ്മൾ നോക്കിയെടുത്തതാ, അത് നമ്മൾ ആവശ്യമുള്ള നോക്കിയെടുത്തല്ലേ. അവൻ്റെ ഇമ്പാക്റ്റ് വലുത് തന്നെയായിരിക്കും. അത്ര എക്സ്പീരിയൻസ് അവനുണ്ട്. ബിക്കോസ് ഈ IPL ഈ ചൈനമാൻ ബോളേഴ്സ് ഇന്ത്യയിൽ തന്നെ വളരെ ചുരുക്കമുള്ളൂ. സോ അതെന്തായാലും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ബോളാണ്. സോ എന്തായാലും അത് നമ്മളെ ടീമിന് എന്താ പറയുക ഒരു എക്സ്ട്രാ ഒരു സാധനമാണ്. സോ തീർച്ചയായിട്ടും അതെന്തായാലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ടീമിൻ്റെ ഐക്കോണിക് പ്ലെയർ ആകുമ്പോൾ സമ്മർദ്ദങ്ങൾ ഉണ്ടാവും? ഇല്ലല്ല, ഞാൻ കൂടുതൽ ആലോചിക്കാറില്ല. ഇപ്പം ബാക്കിയുള്ളവർക്കാണ് സമ്മർദ്ദം. ബാറ്റ്സ്മാൻമാരെ എങ്ങനെ സമ്മർദ്ദത്തിലാക്കാൻ പറ്റും? ഇല്ല, ഞാൻ കൂടുതൽ ആലോചിക്കുന്നത് എന്നെ കൊണ്ടൊന്ന് ടീം ചെയ്യാൻ പറ്റും. കൂടുതൽ ആലോചിക്കുന്നത് ടീം ജയിപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, അത്ര ആലോചിക്കുന്നുള്ളൂ. കൂടുതലൊന്നും ആലോചിക്കുന്നില്ല. ഇത് കഴിഞ്ഞാൽ IPL-ന്റെ അടുത്ത സീസൺ വരാൻ പോവുകയാണ്. സ്വാഭാവികമായിട്ട് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി എന്തൊക്കെ നേട്ടങ്ങളാണ് മനസ്സിലാക്കുന്നത്?
കൂടുതൽ പ്ലാൻസ് ചെയ്യണമെന്നില്ല, മീൻസ് ചാൻസ് ചെയ്യണമെങ്കിൽ എന്നാൽ ചെയ്യാൻ നോക്കണം കാര്യങ്ങളൊക്കെ അത്ര തന്നെ. ഈ ചൈനമൻ ബോളിംഗ് ആക്ഷനുള്ള അപൂർവം താരങ്ങളിൽ ഒരാളാണ് വിഘ്നേഷ്. സ്വാഭാവികമായും ഇന്ത്യൻ ടീമിലേക്കൊരു വാതിൽ അത് പ്രതീക്ഷിക്കുന്നുണ്ടാവുമല്ലോ. അത് തന്നെയാണ് തീർച്ചയായും അൾട്ടിമേറ്റ് ഗോൾ തന്നെയാണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു പ്രിപ്പറേഷനും വർക്കിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഫിലോടത്തും വിചാരിക്കുന്നു. അവസാനമായി റോഹൻ തന്നെ തുടങ്ങി. സ്വാഭാവികമായിട്ടും നമുക്കൊരു രഞ്ജി ട്രോഫി എന്നുള്ളത് കേരള ടീമിൻ്റെ ക്യാപ്റ്റനും കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രഞ്ജി ട്രോഫി എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നം കൂടിയാണ്. ഈ കാലിക്കറ്റിന് ഈ ട്രോഫിയും രഞ്ജി ട്രോഫിയും നേടി മറ്റൊരു ഈ വിഘ്നേഷിനെ പോലെ വീണ്ടും ഒരു ഇന്ത്യൻ ടീമിലേക്ക്, സഞ്ജുവിനൊക്കെ ശേഷം ഒരു ഇന്ത്യൻ ടീമിലേക്ക് ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ രോഹനും പ്രതീക്ഷിക്കും. തീർച്ചയായിട്ടും എന്താ പറയുക, നമ്മൾ ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിച്ച് തുടങ്ങുന്ന ഇന്ത്യക്ക് കളിക്കാനും ഇന്ത്യക്ക് വേൾഡ് കപ്പ് നേടിക്കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സഞ്ജു ഭായ് എങ്ങനെ അത് നേടേണ്ടതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. സോ ആ ഒരു വേയിൽ കൂടെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്കും അല്ലെങ്കിൽ ഇനി വരുന്ന ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ട്. ഞാൻ, സൽമാൻ, അസ്ഹർ, ഒരുപാട് പ്ലേയേഴ്സ് നമ്മുടെ കേരളത്തിലുണ്ട്. സോ അവർക്ക് എല്ലാവർക്കും ഒരു ദിവസം ആ ഇന്ത്യൻ ജേഴ്സി, ബ്ലൂ ജേഴ്സി അണിയാനുള്ള ഭാഗ്യം ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രണ്ടുപേരും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിൻ്റെ നീല ജേഴ്സിയിൽ നിന്നും ഇന്ത്യൻ ടീമിൻ്റെ നീല ജേഴ്സിയിലേക്ക് വരുന്ന കാലമുണ്ടാവട്ടെ, കിരീട നേട്ടങ്ങൾ ഉണ്ടാവട്ടെ. ക്യാമറ പേഴ്സൺ റിഷാദ് ടി കെക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.